ജയിലവൻ കയറിയത് സ്വപ്നക്കാരനായിട്ട്. പക്ഷെ ജയിലിൽ കിടന്നവൻ സ്വപ്നം വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അല്ല, ഇതെന്നാ തുടങ്ങിയ ഈ പരിപാടി? ഏത് പരിപാടി? ഈ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന പരിപാടി. നീ 17-ാമത്തെ വയസ്സിൽ അപ്പൻ്റെ വീട്ടിൽ കിടന്ന് സ്വപ്നം കാണാനേ നിനക്ക് പറ്റിയുള്ളൂ. ഈ ജയില്, ഈ ബാക്കത്താഴ്വര, ഞാൻ അറിയാത്തൊരു ഇമ്പാർട്ടേഷൻ, ഞാൻ അറിയാത്ത ഒരു ആത്മപകർച്ച, ഒരു ഇമ്പാർട്ടേഷൻ എന്നിൽ കൊണ്ടുവന്നു. കമോൺ, ബാക്കയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും വലിയൊരു ഇമ്പാർട്ടേഷൻ്റെ പാക്കേജ് ദൈവം നിന്നെ റിലീസ് ചെയ്യുകയാണ്. നീ പറഞ്ഞില്ലേ നിന്റെ വീട്ടിൽ വേറെ ആർക്കും ഇല്ലാത്ത ജയിലെന്ന്, വേറെ ആർക്കും ഇല്ലാത്ത കണ്ണുനീരെന്ന്. പക്ഷെ വേറെ ആർക്കും ഇല്ലാത്ത, വേറെ ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്തടുത്ത് ദൈവം തന്നെ ഇരുത്താൻ വേണ്ടി പോകുകയാണ്. ബാക്കാത്താഴ്വരയിൽ കയറുന്ന അനോയിന്റിങ് അല്ല, ബാക്കാത്താഴ്വരയിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിന്റെ അനോയിന്റിങ്. ബാക്കാത്താഴ്വരയിൽ കയറുന്ന സ്ട്രെങ്ത് അല്ല, ബലമല്ല. ബാക്കാത്താഴ്വരയിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിന്റെ ബലം. ബാക്കാത്താഴ്വരയിൽ കയറി ഇറങ്ങുമ്പോൾ അവർ മേൽക്ക് മേൽ ബലം പ്രാപിക്കുന്നു. ഓരോ പെയിനിൽ, ഓരോ പ്രോബ്ലത്തിൽ സ്തോത്രം. അതെ, നിങ്ങൾ കയറുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്താണെന്നറിയോ? ഇത് കഴിയുമ്പോൾ എൻ്റെ പിള്ളേരുണ്ടല്ലോ മറ്റൊരു ഡയമെൻഷനിലാണ്, മറ്റൊരു ലെവലിലാണ്, മറ്റൊരു മേഖലയിലാണ് ദൈവരെ പുറത്തെടുക്കാൻ വേണ്ടി പോകുന്നത്.